Malabar Gold and Diamonds presents Nuva, nature's finest creations. തങ്കളം കാക്കനാട് നാലുവരിപ്പാത വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് കോതമംഗലം MLA ഷിബു തെക്കുംപുറം. നാലുവരിപ്പാതയുടെ നിർമ്മാണത്തിലെ കാലതാമസമാണ് MLA നിയമസഭയിൽ ഉന്നയിച്ചത്. 10 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിയുടെ DPR തയ്യാറാക്കാത്തത് ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും കാലതാമസത്തിനുള്ള കാരണങ്ങൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കോതമംഗലം നിയോജകമണ്ഡലത്തിന്റെ സ്വപ്ന പദ്ധതിയായ തങ്കളം കാക്കനാട് നാലുവരിപ്പാതയുടെ നിർമ്മാണത്തിലെ കാലതാമസം ഷിബു തെക്കുംപുറം MLA നിയമസഭയിൽ ഉന്നയിച്ചു. പഴയ അലൈൻമെന്റ് നിലനിർത്തി ഭൂമി ഏറ്റെടുപ്പ് വേഗത്തിലാക്കി പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ നാലുവരിപ്പാതയുടെ അലൈൻമെന്റ് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം മുൻ സർക്കാർ എടുക്കുകയുണ്ടായി. മൂവാറ്റുപുഴ വഴി ഒരു പുതിയ അലൈൻമെൻ്റാണ് മുൻ സർക്കാർ അവസാന ഘട്ടത്തിൽ എടുത്തത്. ആ അലൈൻമെൻ്റ് പ്രകാരം ഈ പാത 2 വരിപ്പാതയായി മാറുകയും 30 മീറ്ററിൻ്റെ സ്ഥാനത്ത് 15 മീറ്ററായി കുറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ദൂരം കൂടുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായും കോതമംഗലത്തെ ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് എറണാകുളവുമായി ബന്ധിപ്പിക്കുന്ന ഈ നാലുവരിപ്പാത പഴയ അലൈൻമെൻറ്റ് പ്രകാരം മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് പഴയ അലൈൻമെൻറ്റ് പ്രകാരം ഈ നാലുവരിപ്പാത മുന്നോട്ട് പോകണം. സ്ഥലമെടുപ്പ് പരിപാടികൾ വേഗത്തിലാക്കാനും ഈ പാത വേഗത്തിൽ പൂർത്തിയാക്കാനും ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 2016 കിഫ്ബി വഴി 30 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച പദ്ധതി 10 വർഷം പിന്നിട്ടിട്ടും DPR പോലും തയ്യാറായിട്ടില്ലെന്നും ഇതിനിടെ അലൈൻമെന്റും ഡിസൈനും മാറ്റുന്നതിന്റെ പേരിൽ പദ്ധതി നീണ്ടുപോയതായും MLA പറഞ്ഞു. മറുപടിയായി മുഖ്യമന്ത്രി പദ്ധതി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യമാണ് സഭയെ അറിയിച്ചത്. 2016 AS കൊടുത്ത പദ്ധതിയുടെ ഒരു DPR പോലും ഇല്ല. ഇതാണ് എക്സ്ട്രാ ബജറ്ററി പർപ്പസിന് പണം നീക്കി വെച്ചിട്ട് ബജറ്റിന് പുറത്ത് കിടക്കുന്ന പണിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. 10 കൊല്ലമായിട്ട് 10 കൊല്ലം മുമ്പ് ഭരണാനുമതി കൊടുത്തൊരു വർക്കിൻ്റെ DPR പോലും 10 കൊല്ലമായിട്ട് ആയില്ല. നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ കിഫ്ബിയെ കുറിച്ചൊക്കെ പരിശോധിക്കുമെന്ന് പറഞ്ഞത്. ഇങ്ങനെ വെള്ളാനകളാവാൻ പറ്റുമോ ഏതെങ്കിലും സ്ഥാപനത്തിന്? 10 കൊല്ലം കൊണ്ട് ഈ പദ്ധതിയുടെ DPR തയ്യാറാക്കിയാൽ 30 കോടി രൂപയുടെ പദ്ധതിക്ക് എത്ര കോടി രൂപയാവും? ഇതാരുടെ പൈസയാണിത്? ഇത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ്. 10 കൊല്ലം PWD ആയിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് നിയമസഭയിൽ, ഇതിനു മുമ്പുള്ള പൊതുമരാമത്ത് മന്ത്രിയല്ലേ, PWDക്കാണ് അങ്ങനെ ഒരു വർക്ക് കൊടുക്കുന്നെങ്കിലോ നമ്മൾ MLA മാർ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ, അതിൻ്റെ AS ഉം TS ഉം മേടിച്ചാൽ, ആ അത്യാവശ്യം പോസ്റ്റും പരിപാടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ സീസണിൽ തന്നെ ഡിസംബർ 1-ാം തീയതി തൊട്ട് മാർച്ച് 31-ാം തീയതി വരെയുള്ള സീസണിൽ തീർക്കാം. മാക്സിമം പോയാൽ പിറ്റേ വർഷം അല്ലേ? PWD മന്ത്രിമാർ ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ടല്ലോ മുൻപിൽ. ഇതാണ് 10 കൊല്ലമായിട്ട് 10 കൊല്ലം മുമ്പ് ഭരണാനുമതി കൊടുത്തതിന് ഇതില്ല. ഞങ്ങൾ പരിശോധിക്കാം. കിഫ്ബി പദ്ധതികൾ അനിശ്ചിതമായി വൈകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാതയ്ക്ക് DPR പോലും എടുത്തിട്ടില്ലെന്നത് മുഖ്യമന്ത്രി സഭയിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരെ സാക്ഷി നിർത്തി കുറ്റപ്പെടുത്തി. 2016 ഭരണാനുമതി ലഭിച്ച പദ്ധതിയുടെ എസ്റ്റിമേറ്റ് പിന്നീട് 255 കോടി രൂപയായി ഉയർന്നതിനെ തുടർന്ന് പുനഃപരിശോധന ആവശ്യമായി വന്നു. ഇതിനിടെ അലൈൻമെന്റ് മാറ്റുന്നതിനുള്ള നിർദ്ദേശവും പുതിയ ഡിസൈൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചെങ്കിലും അത് പ്രായോഗികമല്ലെന്ന് കിഫ്ബി വിലയിരുത്തിയതോടെ വീണ്ടും മാറ്റങ്ങൾ പരിഗണിക്കേണ്ട സാഹചര്യമുണ്ടായതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. 10 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിയുടെ DPR തയ്യാറാകാത്തത് ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും കാലതാമസത്തിനുള്ള കാരണങ്ങൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു.